ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഉരച്ചലുകൾ, പൊട്ടിത്തെറികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലയളവിൽ തൻ്റെ തെരഞ്ഞെടുപ്പിനെ സംശയിക്കാത്ത ഒരു ഭാര്യയോ ഭർത്താവോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരു ദൈവ പൈതൽ എങ്ങനെ വേണം തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമാകുന്നു നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പ്രമാണങ്ങളിൽ ഉറച്ചു നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പിന്നെ അതിനെ സംശയിക്കേണ്ടതില്ല, ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. ഈ വിഷയം വീണ്ടും നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുകയാണ്. ഇന്നത്തെ പഠനം ശ്രദ്ധിച്ചാട്ടെ. അബ്രഹാമിനെക്കുറിച്ചും ഇസഹാക്കിനെക്കുറിച്ചും മറ്റും അന്ന് രാത്രി ഈ ദാസൻ വളരെ വിശദമായി റിബേക്കയുടെ ഭവനത്തോട് സംസാരിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു. റിബേക്ക വളരെ ശ്രദ്ധയോടെ അതെല്ലാം മനസ്സിലാക്കി. എന്നിട്ട് അബ്രഹാമിന്റെ ദാസൻ വീട്ടുകാരോട് പറഞ്ഞു, എനിക്ക് പോകണം. അപ്പോൾ അവർക്കൊരു മടി. അവർ പറഞ്ഞു, കുറേ ദിവസം ഇവിടെ നിന്ന് പെൺകുട്ടിയൊക്കെ ഒന്ന് തയ്യാറാക്കി പോകാവുന്നതാണ്. എന്നാൽ പെൺകുട്ടിയോട് തന്നെ ആ കാര്യം ചോദിച്ചേക്കാം എന്നായിരുന്നു അവരുടെ ഒടുവിലത്തെ തീരുമാനം. അങ്ങനെ റിബേക്കയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. 58 വാക്യം, ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിന്റെ 58 വാക്യം. അവർ റിബേക്കയെ വിളിച്ച് അവളോട്, നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു. അത് വീട്ടുകാർക്കൊരു ഞെട്ടലുണ്ടാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവളുടെ തീരുമാനത്തെക്കുറിച്ച് വളരെ കൃത്യമായും അവൾക്കറിയാമായിരുന്നു. 59 60 വാക്യങ്ങളിൽ നാം കാണുന്നത്, അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കയെയും അവളുടെ ധാത്രിയെയും അബ്രാമിന്റെ ദാസനെയും അവന്റെ ആളുകളെയും പറഞ്ഞയച്ചു. അവർ റിബേക്കയെ അനുഗ്രഹിച്ച് അവളോട്, സഹോദരി, നീ അനേകമായിരമായി തീരുക, നിന്റെ സന്തതി തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു. ഈ പ്രവചനം നിവൃത്തിയായി കഴിഞ്ഞു. ഇവിടെ നിവൃത്തിയായ പ്രവചനത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് വിവാഹം കഴിച്ചയക്കുന്നതിനെക്കുറിച്ചോ, എന്തിന് 10 കിലോമീറ്റർ, ഇന്ന് ഭൂഖണ്ഡങ്ങൾക്കപ്പുറം വിവാഹം കഴിപ്പിച്ചയച്ചാൽ പോലും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ. അത് മുൻപോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു പ്രാവശ്യം പറഞ്ഞു വിട്ടാൽ തീർന്നു. പിന്നെ ഒരു വിധത്തിലും ബന്ധപ്പെടുവാൻ സാധ്യതയില്ലാത്തതായ ദൂരത്തിലാണ് ഇവർ രണ്ടുപേരും. 61 വാക്യം നോക്കിക്കേ. പിന്നെ റിബേക്കയും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി. അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. അവർക്ക് തിരികെ ഒരു നീണ്ട യാത്രയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ യാത്രയെക്കുറിച്ച് നമ്മോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര രസകരമായ കാര്യമല്ല എന്ന് നമുക്ക് ഊഹിക്കാം. ഒട്ടകങ്ങൾ സാധാരണ 25 മൈൽ ഒരു ദിവസം നടക്കുമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ അത് 60 മൈൽ വരെ, അതായത് 100 കിലോമീറ്റർ വരെ ആകാവുന്നതാണ് ഒരു ദിവസം. 100 കിലോമീറ്റർ. ശ്രദ്ധിച്ചു കേട്ടാട്ടെ, ഹെബ്രോനിൽ നിന്നും മെസൊപ്പൊത്താമിയയിലേക്ക് പോയി വരുവാൻ 1500 കിലോമീറ്റർ ദൂരമാകുന്നുള്ളത്. പോയി വരുവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും 1500 കിലോമീറ്റർ ദൂരം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മാസം യാത്ര ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ വീട്ടിൽ പോകുന്നതിനെക്കുറിച്ച്. അത്രയും ദൂരം ഉണ്ടായിരുന്നു. വേറെ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ഈ സ്ഥലങ്ങളിൽ എത്തുവാൻ. ഇവിടെ 10 ഒട്ടകങ്ങളും അതിന്റെ ആളുകളും എല്ലാം കൂടി ഈ പറഞ്ഞ ദൂരം സഞ്ചരിച്ച് മടങ്ങി വരുവാൻ 2 മാസമെങ്കിലും എടുക്കും എന്നുള്ളത് തീർച്ചയാണ്. അത് വളരെ പ്രയാസമുള്ള ഒരു യാത്രയുമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മരുഭൂമിയിൽ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നത് വളരെ ദുർഘടം പിടിച്ച കാര്യമാണ്. ആ ചൂടേറിയ മരുഭൂമിയിലെ ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ എങ്ങനെയായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും നാം ഒക്കെ യാത്ര ചെയ്തേച്ച് വരുമ്പോൾ ആകെ പ്രശ്നമാണല്ലേ. ഞാനങ്ങ് ഊഹിക്കുകയാണ്, അവർ ഏതെങ്കിലും മരിപ്പച്ചയ്ക്കടുത്ത് ഈ ഒട്ടകങ്ങളെയൊക്കെ നിർത്തി രാത്രിയിൽ അവിടെ തീ കൂട്ടിയിട്ട് അവിടെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കും. അവർ അത്താഴം കഴിഞ്ഞ് ഉറങ്ങുവാൻ തുടങ്ങുന്നതിന് മുൻപ് അങ്ങനെ ഇരുന്ന് സംസാരിച്ചിരിക്കും. എന്തായിരുന്നിരിക്കും അവരുടെ സംസാര വിഷയം? ഏത് വിഷയത്തിൽ തുടങ്ങിയാലും അത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് റിബേക്കയ്ക്കറിയാം. അവിടെ തന്നെ ആ ദാസൻ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. ഈ കൂട്ടത്തിൽ അവളാണല്ലോ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്രയും ആളുകൾ ഈ 2 മാസക്കാലം യാത്ര ചെയ്തത് മുഴുവൻ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണല്ലോ. അതെ, റിബേക്ക ആ ദാസനോട് പറയും, ഇസഹാക്കിനെ കുറിച്ച് എന്നോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലും. ദാസൻ പറയും, ഞാൻ എന്തു പറയണമെന്നാകുന്നു നീ ആഗ്രഹിക്കുന്നത്? അവളുടെ മറുപടി, അവന്റെ അത്ഭുത ജനനത്തെക്കുറിച്ചൊന്ന് പറഞ്ഞേ. പോരാ, അവന്റെ പിതാവ് അവനെ ആ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. അതിനാ ദാസൻ ഇപ്രകാരം പറഞ്ഞെന്നിരിക്കും,
ഇതെല്ലാം കഴിഞ്ഞ രാത്രിയിലും ഞാൻ പറഞ്ഞതല്ലേ മോളെ? അതിന് റിബേക്ക കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും? അതെനിക്കറിയാം, എന്നാൽ അത് വീണ്ടും എന്നോടൊന്ന് പറഞ്ഞേ, വീണ്ടും പറയൂ. അങ്ങനെ ആ കഥകളെല്ലാം ആ ദാസൻ വീണ്ടും വീണ്ടും റിബേക്കയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾക്ക് അതൊരിക്കലും പഴയതായി തോന്നാറില്ല. അന്ന് രാത്രി വീണ്ടും റിബേക്ക മധുരമായി ഉറങ്ങി, സുന്ദരമായി ഉറങ്ങി. ഉറക്കത്തിൽ അവൾ തന്റെ പ്രിയനോട് ചേരുന്ന സുദിനം സ്വപ്നം കണ്ടു. അടുത്ത ദിവസം അവർ വീണ്ടും തങ്ങളുടെ യാത്ര ആരംഭിച്ചു. മരുഭൂമിയിലെ ചൂട് അവൾക്ക് അസഹ്യമായി അനുഭവപ്പെട്ടേയില്ല. കാരണം വൈകിട്ട് പിന്നെയും ആ കഥകൾ കേൾക്കാമല്ലോ. ഒട്ടകപ്പുറത്തെ യാത്ര അത്രയ്ക്ക് ദുഷ്കരമായും അവൾക്ക് തോന്നിയില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, വഴി വളരെ ദൂരമായിരുന്നു. അവർ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിലായി അവൾ വാഗ്ദത്ത നാട് കാണുവാൻ സാധിക്കുന്ന ദൂരത്തെത്തി. കനാൻ നാട് കാണുന്ന ആ ദൂരത്തെത്തി. അവർ അതിൽ പ്രവേശിച്ച് ബർ ലഹ്റോയി എന്ന സ്ഥലത്തെത്തി. ഈ യാത്രയെക്കുറിച്ച് ഓർത്തിട്ട് എൻ്റെ ഹൃദയം തുടിക്കുകയാണ്. അതേ സുഹൃത്തെ, ദൈവമക്കളായി തീർന്നിട്ടുള്ള നിങ്ങളും ഞാനും ഇങ്ങനൊരു യാത്രയിലാണ്. നാം യാത്ര ചെയ്യുന്ന ഒട്ടകം അത്ര സുഖമുള്ളതല്ല. ഇന്നത്തെ കാറുകൾ പോലെ സുഖമായി ചാരിക്കിടന്നുറങ്ങാൻ സാധിക്കുന്ന സാധനമൊന്നുമല്ല. അതിൻ്റെ പുറത്ത് മരുഭൂമിയിലെ ചൂട്, AC ഒന്നുമില്ല. അതും മാത്രമല്ല, മുഴുവൻ പൊടി. ഇതൊക്കെ അസഹ്യമാണ്. എന്നാൽ നമുക്ക് ആശ്വസിക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ ഒരു ആശ്വാസദായകൻ കൂടെയുണ്ട്. അതെ, നമ്മുടെ അരുമ മണവാളന്റെ വീട്ടിലെത്തുന്നത് വരെയും ആ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. ഇപ്പോഴത്തെ ചൂടും പ്രയാസവും എല്ലാം പാടെ മറക്കുന്ന ഒരു ദിവസം വരുന്നു. അതെ, ആ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്ന ആ സുദിനം. അവിടെ അരുമനാഥൻ തന്റെ മണവാട്ടിക്കായി കാത്തിരിക്കുന്നു. 62 വാക്യം നോക്കിക്കേ. എന്നാൽ ഇസഹാക്ക് ബേർലഹെറോയ് വരെ വന്നു. അവൻ തെക്കേ ദേശത്ത് പാർക്കുകയായിരുന്നു. ഇത് അതിമനോഹരമായ ആ ദേശമാകുന്ന ഹെബ്രോനിലും ബെർശെബയിലുമാകുന്നു. 63 വാക്യത്തിൽ നാം കാണുന്നത്, വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിൻ പ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. ഈ മാനുഷികമായ സംഭവ കഥയിൽ നമുക്ക് ക്രിസ്തു തന്റെ മണവാട്ടിക്കായി വരുന്നതിന്റെ ഒരു ദൃശ്യമാകുന്നു നൽകിയിരിക്കുന്നത്. യേശു കർത്താവ് തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തു നിന്ന് എഴുന്നേറ്റിട്ട് തന്റെ സഭയെ തന്റെ അടുത്തേക്ക് വിളിക്കും. അവർ ഒരുമിച്ച് മധ്യാകാശത്തിൽ സമ്മേളിക്കും. ഇതത്രേ ഇവിടുത്തെ ചിത്രം. വളരെ മഹത്വകരമായ ഒരു ചിത്രം. 64, 65 വാക്യങ്ങൾ. റിബേക്കയും തലപൊക്കി ഇസഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി. അവൾ ദാസനോട്, വെളിമ്പ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന്, എന്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. ക്രിസ്തുവിന്റെ സഭയാകുന്ന നാം ക്രിസ്തുവിന്റെ നീതിയാകുന്ന മൂടുപടം ധരിക്കണം. എന്നാൽ അവനെ നമ്മുടെ നീതിയാക്കി. നമ്മുടെ അതിക്രമങ്ങൾക്കായി അവൻ ശിക്ഷയേറ്റു. നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർക്കപ്പെട്ടു. അങ്ങനെ ദൈവം മുൻപാകെ നമ്മെ നിർത്തുവാൻ പര്യാപ്തമായൊരു നീതി നമുക്ക് ലഭിച്ചു. തങ്ങളുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ നടന്നു വരുന്നത് കണ്ടിട്ട് റിബേക്ക ചോദിക്കുന്നു, അതാരാകുന്നു എന്ന്. ആ നീണ്ട യാത്രയിൽ ഉടനീളം അവൾ അവനെക്കുറിച്ച് പഠിച്ചു. എന്നാൽ ഇപ്പോൾ അവൾ അവനെ മുഖാമുഖം കാണുകയായി. ഇന്ന് നമുക്കുള്ള സ്ഥാനത്തിന് സമമാകുന്നു ഇത്. പത്രോസ് പറഞ്ഞത്, അവനെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും സ്നേഹിക്കുന്നു. 1 പത്രോസ് 1:8. അവൻ വരുമ്പോൾ നാം അവനെ അറിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഒരു പാട്ടുകാരൻ പാടി, ഞാനവനെ അറിയും, ഞാനവനെ അറിയും, അവിടുത്തെ കരങ്ങളിലെ ആണിപ്പാടുകളാൽ ഞാനവനെ തിരിച്ചറിയും എന്ന്. അവിടുന്ന് കടന്നു വരുമ്പോൾ ഇപ്രകാരത്തിലാണ് നാം അവനെ തിരിച്ചറിയുവാൻ പോകുന്നത്. എത്ര മഹത്വകരമായ, അനുഗ്രഹീതമായ ഒരു ചിത്രമാകുന്നു നമുക്ക് മുൻപാകെയുള്ളത്. 66 വാക്യം. താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിട്ടു മാത്രമല്ല, അവൻ ആ വീണ്ടെടുപ്പ് നാളിൽ നമ്മെ ക്രിസ്തുവിന് നൽകും. അബ്രഹാമിന്റെ ദാസൻ ഇസഹാക്കിനൊരു ഭാര്യയെ കൊണ്ടുവരുമെന്നുള്ളത് തീർച്ചയായിരുന്നു. ഇനിയും ഇസഹാക്കും റിബേക്കയും ഒന്നിച്ചാകുന്ന സുദിനം നാം കാണുന്നു. 67 വാക്യം. ഇസഹാക്ക് അവളെ തന്റെ അമ്മയായ സാറായുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവന് അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തന്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. അവന് അവളിൽ സ്നേഹമായി എന്ന്. ക്രിസ്തു സഭയെ സ്നേഹിച്ച് തന്നെ അവൾക്ക് നൽകി എന്ന് നാം വായിക്കുന്നു. ഇങ്ങനെ ഇസഹാക്കിന് തന്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. ഇത് വെളിപ്പെടുത്തുന്നത് എന്തെന്നാൽ ക്രിസ്തു നമ്മുടെ രക്ഷയിലൂടെ വളരെയധികം നേടിയിരിക്കുന്നു എന്നത്രേ. അവിടുന്ന് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. അവന് നമ്മെ ആവശ്യമാണ്. പ്രിയ സുഹൃത്തെ, നിങ്ങളും ഞാനും അവനോട് വിശ്വസ്തരായിരുന്നാൽ മാത്രം മതി. ഇനിയും 25 അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്.
25 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കണം, വിശുദ്ധ ബൈബിളിലെ വേറൊരു മഹത്തായ അധ്യായമാകുന്നു ഇത്. ഇവിടെ നാം അബ്രഹാമിന്റെ മരണവും ഇസഹാക്കിനും റിബേക്കയ്ക്കും ഇരട്ടക്കുട്ടികൾ ജനിക്കുന്നതും കാണും. അതെ, ഏശാവും യാക്കോബും ജനിക്കുന്നു. മാത്രമല്ല, ഈ അധ്യായത്തിൽ ഇസ്മായിലിന്റെയും ഇസഹാക്കിന്റെയും തലമുറകളെയും വിവരിച്ചിട്ടുണ്ട്. അതിനുശേഷം ജ്യേഷ്ഠാവകാശവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ സംഭവവും നാം പഠിക്കുന്നതാണ്. അങ്ങനെ ഇത് ശ്രദ്ധേയമായ മറ്റൊരു അധ്യായമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ രേഖ ഈ അധ്യായത്തിൽ അവസാനിക്കുന്നതായി കാണുന്നെങ്കിൽ തന്നെ 23 അധ്യായത്തിൽ തന്നെ അവന്റെ ജീവിതത്തിന്റെ വിവരണം അവസാനിച്ചിരുന്നു എന്നതാണ് സത്യം. അവൻ തന്റെ ദാസനെ ഇസഹാക്കിന് ഒരു ഭാര്യയെ കൊണ്ടുവരുവാൻ അയക്കുന്നതായിട്ടാണല്ലോ 24 അധ്യായത്തിൽ നാം കണ്ടത്. 25 അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെതൂറ എന്നു പേര്. അവൾ സിമ്രാൻ, യൊക്ശാൻ, മെദാൻ, മിദ്യാൻ, ഇസ്ബാഖ്, ശൂവഹ് എന്നിവരെ പ്രസവിച്ചു. ഇപ്പോൾ അബ്രഹാമിന് ഒരു വലിയ കുടുംബം തന്നെയുണ്ട്. സാറായുടെ മരണശേഷമാണ് അബ്രഹാമിന് തന്റെ വലിയ കുടുംബം ഉണ്ടായത് എന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ ഈ ഭാഗത്ത് വളരെ രസകരമായ ഒരു കാര്യം എന്തെന്നാൽ മെദാനെയും മിദ്യാനെയും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റു മക്കളിൽ നിന്നും ജാതികൾ ഉണ്ടായി കാണും, രാഷ്ട്രങ്ങൾ ഉണ്ടായി കാണും. അത് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. തിരുവചന പഠനത്തിൽ ആ ജാതികൾ നമ്മുടെ മുൻപാകെ വരുന്നില്ല എന്നതിനാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ മിദ്യാൻ അങ്ങനെയല്ലല്ലോ. മുൻപോട്ട് പഠിക്കുമ്പോൾ മോശ മിദ്യാനിലേക്ക് ചെന്ന് അവിടെ നിന്നും തനിക്കൊരു ഭാര്യയെ എടുക്കുന്നത് നാം കാണുന്നതാണ്. മിദ്യാന്യർ അബ്രഹാമിന്റെ വംശത്തിലുള്ളവരാകുന്നു എന്നോർക്കണം. മെദാരും അങ്ങനെ തന്നെ. അതുകൊണ്ട് നാം ഇവിടെ കാണുന്ന വസ്തുത അബ്രഹാമിന് വേറെ പുത്രന്മാരും ഉണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ ദൈവം അരുളി ചെയ്തത് ഇസഹാക്കിലൂടെയാണ് അബ്രഹാമിന്റെ സന്തതി അറിയപ്പെടുവാൻ പോകുന്നത് എന്നാണ്. ദൈവത്തിന്റെ വഴികൾ ശ്രദ്ധിക്കണേ. അബ്രഹാമിന്റെ അവസാന സമയം നമുക്ക് അല്പം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കേ ദേശത്തേക്ക് അയച്ചു. അബ്രഹാമിന്റെ ആയുഷ്കാലം 175 സംവത്സരമായിരുന്നു. അബ്രഹാം അയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടുമരിച്ചു. തന്റെ ജനത്തോട് ചേർന്നു. അവന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മായേലും കൂടി മമ്രേക്കരികെ സോഹരിന്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. അബ്രഹാം ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയ നിലത്ത് തന്നെ അവിടെ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറായെയും അടക്കം ചെയ്തു. ഇസ്മായേൽ അബ്രഹാമിന്റെ ശവസംസ്കാരത്തിനായി വരുന്ന ആ കാര്യം കണ്ടോ. എന്തെല്ലാമായാലും അബ്രഹാം അവന്റെ പിതാവാണല്ലോ. അങ്ങനെ ഇസഹാക്കും ഇസ്മായേലും ചേർന്ന് അബ്രഹാമിന്റെ ശവസംസ്കാരം നടത്തുന്നു. തുടർന്ന് ഇസഹാക്ക് താൻ ആദ്യമായി റിബേക്കയെ കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് താമസം മാറ്റുന്നു. 11 വാക്യം. അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് ബെർലെഹ്റോയ്ക്കരികെ പാർത്തു. 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇസ്മായേലിന്റെ തലമുറകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം ഒന്നുകൂടി ഓർപ്പിക്കാം. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് അവലംബിക്കുന്ന ഒരു പ്രത്യേക മാർഗം എന്തെന്നാൽ ദൈവം ഉപയോഗിച്ചിട്ടില്ലാത്ത വംശത്തെക്കുറിച്ച് ആദ്യം പറയുക, പിന്നെ അതേക്കുറിച്ച് സൂചിപ്പിക്കുകയില്ല. തുടർന്ന് ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്ന ആ വംശത്തെക്കുറിച്ച് പറഞ്ഞ് അത് തുടർന്നു കൊണ്ടുപോകുന്നു. അങ്ങനെ ഇസ്മായേലിന്റെ വംശത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നാം ഇസഹാക്കിന്റെ ആ വംശാവലിയിലേക്കാകുന്നു വരുന്നത്. 19 വാക്യം. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ വംശപാരമ്പര്യമാവിത്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. നാം ഇനിയും പിന്തുടരുവാൻ പോകുന്ന വംശം ഇതാകുന്നു. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 1 അധ്യായം ആരംഭിക്കുന്നത്. നാം ഇതുവരെ കണ്ടതുപോലെ ഈ പറഞ്ഞവർക്കെല്ലാം വേറെ പുത്രന്മാരും ഉണ്ടായിരുന്നു. അബ്രഹാമിന് ഏറെ പുത്രന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ ആ പുത്രന്മാരുടെ വംശപാരമ്പര്യം പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജനനം നടന്ന വംശത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്മായേലിനെയും മിദ്യാനെയും മേദ്യനെയും എല്ലാം നിങ്ങൾക്ക് ഇപ്പോഴത്തേക്ക് മറക്കാം. ഇടയ്ക്കിടെ അവർ ഇസഹാക്കിന്റെ സന്തതികളുമായി ബന്ധപ്പെടുന്നത് കാണുന്നുണ്ടെങ്കിൽ തന്നെ ആ വംശങ്ങൾ പിന്തുടരുന്നില്ല. 20 21 വാക്യങ്ങളിൽ നാം കാണുന്നത് ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പദൻ അരാമിലുള്ള അരാമ്യനായ ബെഥുവേലിന്റെ പുത്രിയും അരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു. തന്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. സാറായുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ റിബേക്കയും മച്ചിയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ. എന്നാൽ ഇസഹാക്ക് ദൈവത്തോട് അപേക്ഷിച്ചു. ഇപ്പോൾ റിബേക്കയുടെ ഉദരത്തിൽ ഇരട്ടക്കുട്ടികളുണ്ട്. 22 വാക്യത്തിൽ നാം കാണുന്നത്, അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവള്
ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. അതുകൊള്ളാമല്ലേ, ഈ രണ്ട് കുട്ടികൾ തമ്മിൽ അമ്മയുടെ ഉദരത്തിൽ ആരംഭിച്ച ആ പോരാട്ടം, ഇത് സാധാരണ കുട്ടികൾ കിടന്ന് തട്ടുന്നതോ തൊഴിക്കുന്നതോ പോലെയല്ല. ഇതൊരു പോരാട്ടമായിരുന്നു. ലോകത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പോരാട്ടത്തിന്റെ മുന്നോടിയാണ് ഇത്. വെളിച്ചവും ഇരുളും തമ്മിലുള്ള പോരാട്ടം, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം, ആത്മാവും ജഡവും തമ്മിലുള്ള പോരാട്ടം. ഈ പോരാട്ടത്തെക്കുറിച്ച് ഓരോ ദൈവ പൈതലിനും എന്തെങ്കിലുമൊക്കെ അറിയാം. വിശുദ്ധ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ പോരാട്ടത്തെക്കുറിച്ച് റിബേക്കയ്ക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവൾ ഒരു ചോദ്യവുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു. ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു? 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ അവളോട് 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നരുളി ചെയ്തു. ശ്രദ്ധിച്ചോ, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഇത് ദൈവം ചെയ്ത പ്രസ്താവനയാണ്. ഈ പറഞ്ഞത് അവൾ വിശ്വസിച്ച് കാണും, അവളുടെ ഇളയ മകനും വിശ്വസിച്ച് കാണും. 24-25 വാക്യങ്ങൾ, അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവന് ഏശാവ് എന്ന് പേരിട്ടു. ഏശാവ് എന്ന പേരിന്റെ അർത്ഥം ചുവന്നവൻ അല്ലെങ്കിൽ ഭൂമിയുടെ നിറമുള്ളവൻ എന്നൊക്കെയാണ്. അവൻ ആദ്യം ജനിച്ചതിനാൽ അവനെ മൂത്തവനായി കണക്കാക്കി. ചില മിനിറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ മൂത്തവൻ ഇളയവനെ സേവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ. 26-ാം വാക്യത്തിൽ, പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു, അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു, അവന് യാക്കോബ് എന്ന് പേരിട്ടു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സ് ആയിരുന്നു. ഇസഹാക്കിന്റെയും റിബേക്കയുടെയും വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടികൾ ജനിച്ചത്. മൂത്തവൻ ഏശാവായിരുന്നു. അവർ അവനെ ചുവന്നവൻ എന്ന് വിളിച്ചു. യാക്കോബ് ഏശാവിന്റെ കുതികാൽ പിടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് അവർ അവനെ യാക്കോബ് എന്ന് വിളിച്ചു. അതിന്റെ അർത്ഥം പിടിച്ചെടുക്കുന്നവൻ എന്നത്രേ. അവൻ ജ്യേഷ്ഠാവകാശം പിടിച്ചെടുക്കുവാൻ പോവുകയാണല്ലോ. ദൈവം ഈ കാര്യം അവനോട് നേരത്തെ പറഞ്ഞിരുന്നതാണ്. 27-ാം വാക്യത്തിൽ നാം കാണുന്നത്, കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും, യാക്കോബ് സാധുശീലനും കൂടാരവാസിയും ആയിരുന്നു. ഈ 2 കുട്ടികൾ ആ ഭവനത്തിൽ വളർന്നു വരുന്നത് നമുക്കിനിയും ഒന്ന് ശ്രദ്ധിക്കണം. ഇവർ ഇരട്ടകളാണ്. എന്നിട്ടും അവരെപ്പോലെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള 2 ആൺകുട്ടികളെ, അതും ഇരട്ടകളെ, കാണുവാൻ പ്രയാസമാണ്. അവർ ഗർഭത്തിൽ കിടന്ന് തിക്കിയെന്ന് മാത്രമല്ല, വെളിയിൽ വന്നതിന് ശേഷവും അന്യോന്യം ഈ തിക്കലും മല്ലടിക്കലുമാണ്. അവർക്ക് തികച്ചും വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളും ജീവിത വീക്ഷണങ്ങളുമാണുള്ളത്. ഒരു കാര്യം സമ്മതിച്ചേ മതിയാകൂ, അതായത് ആരംഭത്തിൽ യാക്കോബിനേക്കാൾ കൂടുതൽ ആകർഷകമായിരിക്കുന്നത് ഏശാവാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇന്നും ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കാതെ നട്ടം തിരിയുന്നത്. 100 സംശയങ്ങൾ. ചതിയനായ യാക്കോബിനെ അംഗീകരിച്ച ദൈവത്തെ എങ്ങനെ വിശ്വസിക്കാം എന്നത്രേ പലരും ചോദിക്കുന്നത്. അതുതന്നെയാണ് നാം പരിശോധിക്കുവാൻ പോകുന്നതും സുഹൃത്തെ. ഒരു കാര്യം ഓർക്കണം, പുറത്തെ ലക്ഷണങ്ങൾ നോക്കിയൊരു വ്യക്തിയെ എപ്പോഴും മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അകത്ത് നടക്കുന്നത് എന്താണെന്നതിന്റെ വെളിച്ചത്തിലായിരിക്കണം നാം വിധിക്കേണ്ടത്. ഈ പ്രത്യേക സംഭവത്തിൽ നിന്ന് തന്നെ നാം പഠിക്കുന്നത് അതാകും. കുട്ടികൾ വളർന്നു. ഈ ഏശാവ് വേട്ടയിൽ സമർത്ഥനായ വ്യക്തിയായിരുന്നു. അവൻ വനസഞ്ചാരിയും ആയിരുന്നു. അവൻ നല്ല കായികാഭ്യാസിയും ആയിരുന്നിരിക്കണം. ഏത് കളിയിൽ ഇറക്കി വിട്ടിരുന്നാലും അവൻ സമർത്ഥനായിരുന്നു. ഓട്ടത്തിനും ചാട്ടത്തിനും ക്രിക്കറ്റിനും ഹോക്കിക്കും എല്ലാം അവനുണ്ടാകും. ഇന്നത്തെ ഏശാവിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഭൗതികമായ സകലത്തിനും അവൻ മുൻപന്തിലായിരുന്നു. എന്നാൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അവന് വലിയ അറിവോ കഴിവോ ആഗ്രഹമോ ഇല്ലായിരുന്നു. ഭൗമികമായ കാര്യങ്ങളിൽ മാത്രമാണ് അവന് താല്പര്യമുണ്ടായിരുന്നത്. അവൻ ജഡത്തെ പ്രതിനിധീകരിക്കുന്നവനാണ്. യാക്കോബിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അവൻ സാധുശീലനായിരുന്നു എന്നത്ര. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അവൻ വീട്ടിനകത്ത് അങ്ങനെ കൂടി കറങ്ങി നടന്നു. അവൻ മമ്മിയുടെ പുന്നാര മോനായിരുന്നു. അവൾ എന്തു പറഞ്ഞോ അതാണ് അവൻ ചെയ്തിരുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. യാക്കോബ് മമ്മിയുടെ മോന്, ഏശാവ് പപ്പായുടെ കൂട്ടനായിരുന്നു. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു, റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. കിടക്കും കുടുംബത്തിൽ ഇപ്പോൾ പ്രശ്നം. ഇതുപോലൊരു സാഹചര്യത്തിലുള്ള കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ അത് സംഭവിക്കുന്നു. മാതാപിതാക്കളിൽ ഒരാൾക്ക് ഒരു കുട്ടിയോടും മറ്റേയാൾക്ക് മറ്റേ കുട്ടിയോടും പ്രതിപത്തി ഉണ്ടായാൽ ആ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും എന്നതിന് 2 പക്ഷമില്ല. ഇത് തന്നെയാണ് ഇവിടെ ഇസഹാക്കിന്റെ ഭവനത്തിൽ സംഭവിക്കുന്നത്.
അറിഞ്ഞോ അറിയാതെയോ ഇന്ന് മിക്ക ഭവനങ്ങളിലും ഈ പ്രശ്നം കാണുന്നുണ്ട്. ഇസഹാക്ക് ഏശാവിനെ കൂടുതൽ സ്നേഹിക്കാൻ കാരണം ഏശാവ് കൊണ്ടുവന്നിരുന്ന വേട്ടയിറച്ചി ഇത് തിന്നതുകൊണ്ടാണ്. ഇസഹാക്കിന്റെ ഒരു ബലഹീനതയായിരുന്നു അത്. ഏശാവ് വേട്ടയ്ക്ക് പോയിരുന്നു. അവൻ എപ്പോഴും എന്തെങ്കിലും കൊണ്ടാണ് വന്നിരുന്നത്. റിബേക്കയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. യാക്കോബ് മമ്മിയുടെ മോനായിരുന്നല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഏശാവ് എല്ലാം കൊണ്ടും യാക്കോബിനേക്കാൾ മിടുക്കനായിരുന്നു. അവൻ മറ്റവനേക്കാൾ തികഞ്ഞവനായി തന്നെ കാണപ്പെട്ടു. യാക്കോബ് കൗശലക്കാരനായിരുന്നു. അവൻ കൂടുതൽ കൗശലങ്ങൾ കാണിക്കുവാൻ ശ്രമിച്ചു. സത്യം പറഞ്ഞാൽ ഏത് വിധത്തിലുള്ള തെറ്റും ചെയ്യുന്നതിന് ഒരു മടിയും ഇല്ലാത്തവനായിരുന്നു യാക്കോബ്. ഈ കാര്യത്തിൽ ദൈവം അവനോട് ഇടപെടുന്നുണ്ട്. നിങ്ങൾ പരിഭവപ്പെടേണ്ടതില്ല. രസകരമായ കാര്യം എന്തെന്നാൽ പുറമേ എല്ലാം കൊണ്ടും ആകർഷകനായിരുന്ന ഏശാവ് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ത്രാണിയും ഇല്ലാത്തവനായിരുന്നു. അതിനുള്ള ഒരു താല്പര്യവും അവനില്ലായിരുന്നു. ഇന്നോളം തികഞ്ഞ ലോകമനുഷ്യനായി ഒരാളെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏശാവാകുന്നു. അവൻ വെറും ലൗകികനായിരുന്നു. അതിനു മാത്രമാണ് അവൻ ജീവിച്ചതും. യാക്കോബിന്റെ ജീവിതത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വാഞ്ച അവനുണ്ടായിരുന്നു. അതിന് പുറത്ത് കൂട്ടിയിട്ടിരുന്ന ചപ്പും ചവറും നീക്കം ചെയ്യുവാനും ക്ലാവ് ഒന്ന് കഴുകിക്കളയുവാനും അശുദ്ധിയൊക്കെ ഉരുക്കിക്കളയുവാനുമായി ദൈവം വളരെ സമയമെടുക്കേണ്ടി വന്നു. ഏതായാലും ആ ആത്മീയ ദാഹത്തിനടുത്ത് ദൈവം എത്തി. യാക്കോബിനെ കുറിച്ചുള്ള പഠനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ജീവിതാവസാനത്തിൽ മാത്രമാണ് യാക്കോബ് ഒരു ആത്മീയനാണെന്ന്, ഒരു വിശ്വാസമുള്ള മനുഷ്യനാണെന്ന് തെളിയിച്ചതെങ്കിലും അവൻ ആദ്യോടന്തം ഒരു ദൈവമനുഷ്യനായിരുന്നു. ദൈവം നോക്കുന്നത് പുറമേയുള്ള അഭിനയങ്ങളല്ല. 1, 2, 3 തെറ്റിലൊക്കെ വീണെന്ന് വന്നേക്കാം. ദൈവം നോക്കുന്നത് ഉള്ളിന്റെ ഉള്ളിലുള്ള ഭക്തിയും ദൈവത്തോടുള്ള സ്നേഹവുമാണ്. അതാണ് ദൈവം കണക്കാക്കുന്നത്. ആ ഭവനത്തിൽ നടന്നതായ ഒരു സംഭവത്തെക്കുറിച്ചാണ് തുടർന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നത് എന്തെന്നാൽ ആ ഭവനത്തിൽ മാതാപിതാക്കൾ കാണിച്ച പക്ഷാഭേദം ബുദ്ധിമുട്ടും പ്രശ്നവും സൃഷ്ടിച്ചു. അതൊരു സന്തുഷ്ട കുടുംബമായിരുന്നെന്ന് പറയുവാൻ പ്രയാസമാണ്. 29 മുതലുള്ള വാക്യങ്ങളിൽ ആ സംഭവം നാം കാണുന്നു. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിംപ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏതോം, ചുവന്നവൻ എന്ന് പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ദാ കിടക്കണം. ഈ സംഭവം ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവം വെളിപ്പെടുത്തുന്നു. ഏശാവ് വയലിൽ നിന്നും വന്നു. അവൻ വെളിയിലായിരുന്നു. അവൻ വളരെ ക്ഷീണിച്ചും അത്ര വന്നത്. ചിലർ ചിന്തിക്കാറുണ്ട് അവൻ വിശപ്പ് കൊണ്ട് മരിക്കുവാൻ പോകുകയായിരുന്നു എന്ന്. അത് തെറ്റാണ്. അബ്രഹാമിന്റെ ഭവനത്തിൽ വളർത്തപ്പെട്ട ആരും അവിടെ ഒന്നുമില്ലായിരുന്നു കഴിക്കാൻ എന്നതുകൊണ്ട് വിശപ്പ് കൊണ്ട് മരിക്കില്ല. ആ വീട്ടിൽ അവന് ഭക്ഷിപ്പാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഈ പായസം മാത്രമായിരുന്നു എന്നാണ്. മറ്റൊന്നും അപ്പോൾ അവിടെ ഇല്ലായിരുന്നിരിക്കാം. ഈ പറഞ്ഞ പായസം യാക്കോബാണ് ഉണ്ടാക്കിയത്. യാക്കോബ് വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ അവൻ അറിയാമായിരുന്നിരിക്കും. ആ ചുവന്ന പായസം കുറെ എനിക്ക് തരയണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഏശാവ് അടുത്തു വരുന്നു. അതുകൊണ്ട് അവൻ ഏതോം എന്ന് പേരായി. ഏശാവ് എന്ന പേരിന്റെ അർത്ഥം പോലെ തന്നെ ഏതോമിന്റെ അർത്ഥവും ചുവന്നവൻ അല്ലെങ്കിൽ മണ്ണ് കലർന്നവൻ എന്നൊക്കെയാണ്. ഇവൻ പായസം ചോദിക്കുന്നു. അപ്പോൾ യാക്കോബ് കിട്ടിയ അവസരം തക്കത്തിൽ ഉപയോഗിച്ചു. അവൻ ഉപായി അല്ലേ? അവൻ ആവശ്യം ആ ജ്യേഷ്ഠാവകാശമാകുന്നു. അവൻ പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് വിൽക്കുമോ? ഒരു നിമിഷം ആ ജ്യേഷ്ഠാവകാശത്തിന്റെ വിലയും അതിന്റെ അർത്ഥവും നമുക്കൊന്ന് നോക്കണം. അതിന്റെ അർത്ഥം ഈ ജ്യേഷ്ഠാവകാശമുള്ളവനാകുന്നു കുടുംബത്തിന്റെ നായകൻ എന്നത്ര. മാത്രവുമല്ല, ഇതുള്ളവനാകുന്നു കുടുംബത്തിലെ പുരോഹിതൻ. ഈ പറഞ്ഞ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞാൽ ഈ അവകാശമുള്ളവന്റെ വംശത്തിലായിരിക്കും മശിഹ വന്ന് പിറക്കുന്നത്. ഏശാവ് ഇതിനെല്ലാം വില കൊടുത്തു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? യാക്കോബിന് അറിയാമായിരുന്നു ഏശാവ് ഇതൊന്നും കാര്യമാക്കിയിട്ടില്ല എന്ന്. ഈ പറഞ്ഞതിനൊന്നും ഏശാവ് ഒരു വിലയും കൽപ്പിച്ചില്ല. കുടുംബത്തിന്റെ പുരോഹിതനായിരിക്കുവാൻ അവൻ ആഗ്രഹിച്ചുമില്ല. വാസ്തവത്തിൽ അങ്ങനൊരു നിർബന്ധം വന്നാൽ തന്നെ ഏറ്റവും ഒടുവിൽ ചെയ്യുവാൻ അവൻ ആഗ്രഹിച്ചത് അതാകും. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഒന്ന് ചിന്തിക്കുക. ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ത്യാഗപൂർണമായി ചെയ്യുവാൻ ചില വിശ്വാസികളോട് ആവശ്യപ്പെടുമ്പോൾ ലഭിക്കുന്ന മറുപടി കേട്ടിട്ടില്ലേ? ഓ, എന്നെ കൊണ്ടങ്ങ് സാധ്യമല്ല. ഞാൻ എന്നെ ഉപദേശിയാണോ? ഞാൻ എന്നെ പ്രസംഗിയനാണോ? ഞാനല്ലല്ലോ അച്ഛൻ. അതൊക്കെ ഉപദേശിമാരുടെയും അച്ഛന്മാരുടെയും പണിയാണ്. അതൊക്കെ പാസ്റ്റർമാർ ചെയ്യാനുള്ള പണിയാണ്. ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യമില്ലാത്ത വളരെയേറെ പേരുണ്ട്. തങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണെന്ന് പോലും കാണിക്കുവാൻ ഇക്കൂട്ടർക്ക് മടിയാണ്. അതായിരുന്നു ഏശാവ്. അങ്ങനൊരു ധാരണ നൽകുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. അവനെ ഉപദേശിയെന്നോ പാസ്റ്ററെന്നോ ആരെങ്കിലും വിളിച്ചാൽ അത് അവനെ അധിക്ഷേപിക്കുന്നതാണ് എന്നത്രേ അവൻ ചിന്തിച്ചത്. അവന് തന്റെ ജ്യേഷ്ഠാവകാശം വേണ്ട. മശിഹായിലേക്ക് നയിച്ച ആ വംശത്തിലായിരിക്കുവാൻ അവന് പ്രത്യേക താല്പര്യമൊന്നുമില്ലായിരുന്നു.
ഇവനോളം മഠയൻ വേറെ ആരാണുള്ളത്? അവൻ ആത്മീയ കാര്യങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കൊടുത്തില്ല. ഒരു കപ്പ് പായസത്തിന്റെ വില പോലും കൊടുത്തില്ല എന്നാണ് നാം ഇവിടെ കാണുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ഈ ഇടപാടിൽ യാക്കോബും തെറ്റുകാരനാണ്. മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞതായിരുന്നു. ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ വഴിയിലൂടെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് ലഭിക്കുമായിരുന്നു. എന്നാൽ യാക്കോബ് അത് ദൈവത്തിന്റെ സമയത്തിനു മുൻപ് തട്ടിയെടുക്കുകയാണ് ചെയ്തത്. കൗശലത്തിലൂടെ, ഉപായത്തിലൂടെ അവനത് സ്വന്തമാക്കുന്നു. ദൈവത്തിൽ നിന്നും അത് ലഭിക്കുവാൻ അവൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായിരുന്നു. തനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് താൻ തന്നെ ചെയ്യണമെന്ന പ്രമാണത്തിലാകുന്നു ഈ മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. അവൻ ചിന്തിച്ചത് തനിക്ക് പ്രവർത്തിക്കുവാൻ കഴിവുള്ളിടത്തോളം കാലം അത് ചെയ്തു തരുവാൻ ദൈവത്തെ നോക്കിയിരിക്കുന്നത് വെറും മണ്ടത്തരമാകുന്നു എന്നാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം അവനെ നല്ലതുപോലെ പഠിപ്പിക്കുവാൻ പോകുകയാണ്. ഒടുവിലത്തെ 2 വാക്യങ്ങൾ കൂടി ഞാനൊന്ന് വായിക്കാം. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവൻ അവനോട് സത്യം ചെയ്തു. തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ചു, പാനം ചെയ്തു, എഴുന്നേറ്റുപോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ഇത്തരുണത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ ഏശാവ് അവിടെ ഇരുന്ന് അവന്റെ പായസം മുഴുവൻ കുടിച്ചു തീർത്തു. അവൻ തന്റെ ജ്യേഷ്ഠാവകാശം പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തു. അതവന് ഒരു വിലയും ഇല്ലാത്തതായി തോന്നിയിരുന്നു. ആത്മീയമായി യാതൊന്നും അവന് അർത്ഥമുള്ളതായിരുന്നില്ല, വിലയുള്ളതായിരുന്നില്ല. ഇന്നത്തെ പഠനം ശ്രദ്ധിച്ച നിങ്ങൾക്ക് എൻ്റെ നന്ദി ഞാൻ അറിയിക്കട്ടെ. ഇന്ന് പഠിച്ച പാഠങ്ങൾ അനുഗ്രഹപ്രദമായിരുന്നില്ലേ? ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.